ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. വീർഭൂമി നമ്മുടെ രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് നടന്നു പോകണം അവിടേക്കുള്ളത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു എപ്പിസോഡാണ് നമ്മുടെ ഒരു എപ്പിസോഡ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. മഹാത്മാഗാന്ധിൻ്റെ സമാധി സ്ഥലത്തിൻ്റെ അവിടുന്ന് ആ മെയിൻ ഗേറ്റ് കയറുന്ന് പുറത്തേക്ക് കടക്കുകയാണ്. അങ്ങനെ കടന്ന ഉടനെ തന്നെ ലെഫ്റ്റിലേക്ക് റോഡുണ്ട്, ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡ്. ഈ റോഡിന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീർഭൂമിയിലേക്ക് എത്തും. ഞാൻ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട്, കോൺക്രീറ്റൊക്കെ മുമ്പേ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വീർഭൂമി, നഴ്സറി, പമ്പ് ഹൗസ്, സബ് സ്റ്റേഷന് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പം ഞാൻ നിൽക്കുന്ന അവിടുന്ന് ഇനിയിപ്പോൾ ഈ റൈറ്റിലേക്ക് അങ്ങനെ പോവാം. ഇപ്പം നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ വരുന്നുണ്ട്, എല്ലാവരും എത്തിയിട്ടില്ല. അപ്പോൾ അവരുടെ ഗൈഡല്ലേ ഞാൻ, അപ്പോൾ അവരൊക്കെ മുന്നിൽ പറഞ്ഞയച്ചിട്ട് അവരെ ബാക്കിലൂടെ ഞാൻ അങ്ങനെ പോകാമെന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാനും ഇനി ഇവരെ പിന്നാലെ അങ്ങോട്ട് ഇനി പോവുകയാണ്. ഏക്കറ കണക്കിന് സ്ഥലമാണ് ഇങ്ങനെ കിടക്കുന്നത്. ചേരി പ്രദേശങ്ങൾ, പാവപ്പെട്ടവർ ഒരുപാട് ആളുകൾ വീടില്ലാതെ നിൽക്കുന്നുണ്ട്. ഓരൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്രയും സ്ഥലങ്ങൾ ഒരുപാട് വെറുതെ കിടക്കുകയാണ്. ഇതാണ് നിലം, ഇവിടുത്തെ കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് പോകണം, അവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട് ഈ ഒരു ഭാഗത്തേക്ക്. അങ്ങനെ നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബോർഡ് കാണാം, രാജീവ് ഗാന്ധി എന്നിട്ടൊരു ബ്ലാക്ക് കളറിൽ. അവിടുന്ന് നേരെ ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് മഴയായിട്ട് കുറച്ച് ചളിവിളിയൊക്കെ ഉണ്ട്. ഈ റോഡിന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാലാണ്, ഇതാണ് ഇപ്പോൾ നമ്മൾ വന്ന ഭാഗമാണത്. ഇതിലൂടെ അങ്ങനെ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജീവ് ഗാന്ധി സമാധീൻ്റെ ആ സ്ഥലത്തെത്തും. കുറച്ച് നടക്കാനുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്. ഇവിടെ പിന്നെ വാഹനങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും സൈക്കിളൊക്കെ ഇവിടെ വെക്കേണ്ടതാണെന്ന്. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന അതാണ് അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം. ഇങ്ങനെ കട്ടയൊക്കെ വെച്ചുള്ള ഭാഗമാണ്. ഒരു മതിലാണ്, ഇങ്ങനെ ഒരു ചെരിഞ്ഞിട്ട് ഇംഗ്ലണ്ടാണ്. ഇതിൻ്റെ മുകളിൽ കുറേ ചരിത്രവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതൊന്നും വായിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ അങ്ങനെ 90 ഡിഗ്രി അല്ല, കുറച്ചൊരു ചെരിഞ്ഞിട്ടാണ് ഈ ഒരു മതിലുണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞ ഏക്കറ കണക്കിന് സ്ഥലമുണ്ട് ഇവിടെ. അങ്ങനെ കുറേ വെറുതെ നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗം. പിന്നെ ഇതിലേ അങ്ങോട്ടേക്ക് പിന്നെ വേറൊരു പാസേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ രാജീവ് ഗാന്ധിൻ്റെ കുറേ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള പ്രതിമകളും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നുണ്ട്. പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടില്ല ഏതായാലും. മറ്റേ വൃത്തികേടൊന്നുമില്ല. കുറച്ച് ഇലയും കാര്യങ്ങളൊക്കെ വീണിക്കണമെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അത് അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പുല്ലും കാര്യങ്ങളൊക്കെ അതും നല്ലോണം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലേ. ഒരുപാട് മരങ്ങളുണ്ട്. ഇവിടെ പല ലോക നേതാക്കളൊക്കെ വന്നിട്ട് ഇവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സന്ദർശനത്തിന് വരുന്ന സമയത്ത് അങ്ങനെ വെച്ച് പിടിപ്പിച്ച കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമാണ് അത്. ഇതിൻ്റെ മുകളിൽ ചെരുപ്പിട്ട് കയറരുത്, ഇരിക്കുന്നതിന് കുഴപ്പമില്ല. ചെരുപ്പ് ഊരിട്ട് വേണം കയറാൻ. ഇവിടെ ഒരു പോലീസുകാരും സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഈ ഒരു സ്ഥലം, കണ്ടില്ലേ? ഈ ഒരു ഭാഗമാണ് വീർഭൂമി. 1941 ഓഗസ്റ്റ് 21 രാജീവ് ഗാന്ധി ജനിച്ചത്. 1991 മെയ് 21 അദ്ദേഹം മരിച്ചത്. ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഇന്ത്യൻ രാഷ്ട്രീയക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയാണെന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന്, അതായത് കൊലപാതകത്തിന് ശേഷമായിരുന്നു രാജീവ് ഗാന്ധി അധികാരത്തിൽ കയറിയത്. അന്ന് അദ്ദേഹത്തിന് 40 വയസ്സായിരുന്നു.
ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. പിന്നെ 1989 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നവരെ അദ്ദേഹം തന്നെ ഇരുന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അതിന് ശേഷം പിന്നെ അദ്ദേഹം. മഹാത്മാഗാന്ധിയായിട്ട് രാജീവ് ഗാന്ധിക്ക് കുടുംബബന്ധമൊന്നുമില്ല. പിന്നെ നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ആളായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പിന്നെ മുത്തച്ഛനായിരുന്നു ജവഹർലാൽ നെഹ്റു. എലൈറ്റ് ബോർഡിംഗ് സ്ഥാപനമായ എലൈറ്റ് ദിഡൂൺ സ്കൂളിലും യുണൈറ്റഡ് കിങ്ഡത്തിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിലായിരുന്നു ഇദ്ദേഹം പഠിച്ചിരുന്നത്. 1966 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. അങ്ങനെ അന്നത്തെ സർക്കാർ ഉടമസ്ഥയിലുള്ള ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പാറിന് വിളിക്കാർ കുത്തിരുന്ന് ഫോട്ടോ എടുക്കുന്നില്ലേ, അതിൻ്റെ മണന്നിട്ട് കൊട്ടിപ്പടഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ ആ കല്യാണം കഴിഞ്ഞ പാർട്ടികളാണ് തോന്നുന്നുണ്ട് അവരൊക്കെ. 1968 അദ്ദേഹം സോണിയ മൈനോയെ വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ മക്കളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയൊക്കെ. പിന്നെ ഗാർഹിക ജീവിതത്തിനായിട്ട് അദ്ദേഹം ഡൽഹിയിൽ സ്ഥിരതാമസമാക്കി. ഇവിടെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഉണ്ട്. പലരും ഡ്രിങ്കിങ് വാട്ടർ കുടിക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണ് ആളുകൾ. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഞങ്ങൾ മെല്ലെ തടി എടുക്കുകയാണ്. അങ്ങനെ രാജീവ് ഗാന്ധിനോട് സലാം പറഞ്ഞ് ഞങ്ങൾ മടങ്ങി പോവുകയാണ്. വന്ന വഴിക്കാൻ ഇനി ആ വണ്ടി പാർക്ക് ചെയ്ത് അതുവരെ നടക്കണം. അത്യാവശ്യം നടക്കാൻ ദൂരമുണ്ട്. വല്ല വണ്ടിക്കാരൻ കിട്ടിയാണ് സുഖമായിരുന്നു. നമ്മളെ സെക്യൂരിറ്റി ചെക്കപ്പ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലേ, ഒരു നായും വരുന്നുണ്ട്. നായിന് സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലേ അങ്ങനെ അങ്ങോട്ടേക്ക് ഇപ്പോൾ അതാണ് സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ ഒരു ഭാഗങ്ങൾ ഉണ്ടല്ലേ. അപ്പോൾ ഇതിലേ ഇനി അങ്ങോട്ടേക്ക് പുറത്ത് കടന്നിട്ട് അങ്ങനെ പോവുകയാണ്. ഇവിടെ അമൃത്സറിൽ അമ്പലത്തിൽ കയറുന്ന സമയത്ത് വെള്ളത്തിൽ ചവിട്ടിയിട്ട് വേണം കയറാൻ. അതേപോലെ ഇവിടെ മഴ പെയ്തിട്ട് വെള്ളത്തിൽ ആകെ കൊളാക്കിയിരിക്കുന്നു ഈ ഒരു ഭാഗം കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ വെള്ളക്കച്ചവടക്കാരും ഇവിടുത്തെ കുറേ ദേശീയ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഒന്നിങ്ങനെ കാണുകയാണ്. പലവിധ കടലയും പൊട്ടറ്റോയും മിക്സ്ചറും ഒക്കെ ഉണ്ട്. ചെറുനാരങ്ങ ഉണ്ട് ആ കൂട്ടത്തിൽ കൂടി. അത് വേറെയാണ്, ചെറുനാരങ്ങ വേറെയാണ്. ഇത് ഫ്രൂട്ട്സ് കച്ചവടക്കാരനാണ് ഇപ്പുറം. അങ്ങനെ തട്ടുകടക്കാരൻ്റെ അവിടെ നിന്ന് മടങ്ങി ഇപ്പം നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്നു. ഇവിടെയാണ് ബാത്റൂമും കാര്യങ്ങളുള്ളത്. പ്രത്യേകം പറയാണ്, ഇവിടെ കയറുന്ന സമയത്ത് ഇവിടുന്ന് ബാത്റൂമിലൊക്കെ പോക്ക് കഴിച്ചിട്ട് നേരെ പിന്നെ അങ്ങോട്ടേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തിക്കേണ്ടി പിന്നെ ബാത്റൂമിൽ പോകാനെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓട്ടോക്കൊക്കെ വരികയാണെങ്കിൽ ആ രാജ്ഘട്ടിൻ്റെ വേറെ എൻട്രൻസ് ഉണ്ട്, അവിടെ തന്നെ പോയിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മുടെ ആ സെക്യൂരിറ്റി ചെക്കപ്പ് കണ്ടില്ലേ ആ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ നമ്മുടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനം ഇവിടെ എത്തിക്കുന്നു. നമ്മുടെ വാഹനത്തിൽ നമ്മൾ കയറാൻ പോവുകയാണ്. അങ്ങനെ ഇവിടുത്തെ രാജ്ഘട്ട് വീർഭൂമി ഇതിന്ന് മടങ്ങുകയാണ്. ഇവിടെയാണ് ഒരു എൻട്രൻസ് ഉള്ളത്. അപ്പോൾ ഡൽഹിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ രാജ്ഘട്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ വീർഭൂമിയും പിന്നെ മറ്റുള്ളതൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.